ഗ്യാങ്സ്റ്റർ വിജയം നേടിയില്ല. കാരണം വെളിപ്പെടുത്തി ആഷിഖും റീമയും. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതുമായ ചിത്രമായിരുന്നു ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ഗ്യാങ്സ്റ്റർ എന്ന ചിത്രം. ഗ്യാങ്സ്റ്റർ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അത് ഉൾക്കൊള്ളാൻ അതിന്റെ സംവിധായകനായ ആഷിഖ് കപൂർ തയ്യാറാകുകയും എന്നാൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒടുവിൽ ഈ സിനിമ പരാജയമായിരുന്നുവെന്നും അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നുമുള്ള വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആഷിഖ് റീമ ദമ്പതികൾ. ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന താനും മമ്മൂക്കയും ചേർന്ന് ചെയ്ത രണ്ടാമത്തെ സിനിമയായിരുന്നു ഗ്യാങ്സ്റ്റർ. സത്യത്തിൽ അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ഞങ്ങളിൽ നിന്നും പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷിച്ചു. എന്നാൽ അത്രത്തോളം ഫലവത്തായി അത് നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നിടത്ത് തന്നെയാണ് സിനിമ പിന്നോട്ടു പോയത്. പുതുതായി ഒന്നും തിരക്കഥയിൽ ഉണ്ടായിരുന്നില്ലെന്ന് തന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതായും എന്നാൽ സുഹൃത്തുക്കളും ശത്രുക്കളും ഒരുപോലെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നുവെന്നും ആഷിഖ് വ്യക്തമാക്കുന്നു. റീമ പോലും ചിത്രീകരണത്തിനിടെ ചിത്രത്തെക്കുറിച്ച് ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ നിരവധി സുഹൃത്തുക്കളും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ആ കുറവുകൾ നികത്താൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു ആഷിഖ് വ്യക്തമാക്കുന്നു. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സംതൃപ്തരായ സ്ക്രീൻ പ്ലേയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ ഏറ്റെടുത്തത് വലിയൊരു പ്രൊജക്റ്റായിരുന്നു. അത്രയും വലിയ പ്രൊജക്ട് ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നത് സംശയമാണെന്നും ആഷിഖ് പറയുന്നു. എന്തായാലും തിരക്കഥയിലുള്ള അപാകതയും സിനിമയ്ക്ക് തിരിച്ചടിയായെന്നും ഇതെല്ലാം മറികടക്കാൻ അടുത്ത പ്രൊജക്ടിലൂടെ ശ്രമിക്കുമെന്നും ആഷിഖ് പറയുന്നു. ഞങ്ങൾ എപ്പോഴും എന്തിന് വീട്ടിൽ പോലും സിനിമയെപ്പറ്റി സംസാരിക്കുന്നവരാണ് എന്നാണ് റീമയുടെ പ്രതികരണം. ഒരു പ്രേക്ഷക എന്ന നിലയ്ക്ക് തന്റെ ഫീഡ്ബാക്ക് എപ്പോഴും ആഷിഖിന് കൊടുക്കാറുമുണ്ട്. നമ്മുടെ ആദ്യത്തെ ഹോം പ്രൊഡക്ഷൻ ആയിരുന്നു ഗ്യാങ്സ്റ്റർ. ഒരു കുറവും വരുത്താതെയാണ് ഈ സിനിമ ചെയ്തത്. തട്ടിക്കൂട്ടി ചെയ്യാം എന്ന തരത്തിലല്ല ഈ സിനിമ ചെയ്തത്. അതിനാൽ തന്നെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിന്റെ ഉൽപ്പത്തിയിൽ തന്നെ തകരാറുണ്ടായതാകാം പരാജയ കാരണമെന്ന് റീമയും ആഷിഖും സംയുക്തമായി വ്യക്തമാക്കി. ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിനെ വിശകലനം ചെയ്യേണ്ട കാര്യമില്ലെന്നും അടുത്ത പ്രൊജക്ടിലൂടെ അതിനെ മറികടക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് വേണ്ടതെന്നും റീമ പറയുന്നു. കൈരളി ടിവിയിലെ JB ജംഗ്ഷൻ പരിപാടിയിലാണ് ഇരുവരും ഗ്യാങ്സ്റ്ററിനെ കുറിച്ച് പ്രതികരിച്ചത്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.